ലൈവിൽ അനുമോളും ലക്ഷ്മിയും കൂടെ ഭയങ്കരമായ വാക്ക് തർക്കം. ഫ്രിഡ്ജിനകത്ത് കുറേ ചോറ് അധികം എടുത്ത് വെച്ചേക്കുന്നു, അത് ഉപയോഗിക്കുന്നതേ ഇല്ല, എന്നാൽ പിന്നെ എന്തിനാ അത്രയും ഇട്ട് വെക്കുന്നതെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. വീണ്ടും ഇന്ന് അരി ഇടാൻ വേണ്ടി ലക്ഷ്മി അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അനുമോൾ പറയുന്നുണ്ട് ഒരു കണക്കുമില്ല, ഒന്നും അറിയത്തില്ല, എന്നിട്ട് പിന്നെയും കിച്ചണിൽ കയറി ഓരോ ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റനാണെന്ന് പറഞ്ഞ് വന്നേക്കുക. ആദ്യം തന്നെ അനുമോൾ പിന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരു മിനിറ്റ് നില്ല സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ നെവിനോട് ലക്ഷ്മി പോയി സംസാരിക്കുന്നുണ്ട്. അപ്പം അനുമോൾ ഇന്ന് ജയിൽ നോമിനേറ്റ് ചെയ്തതിൻ്റെ വൈരാഗ്യം ലക്ഷ്മിയുടെ ഉള്ളിലിരിക്കുകയാണ്. അതിനാണ് ലക്ഷ്മി ഇത്തരം വർത്താനം പറയുന്നത്. ലക്ഷ്മി പറയാം കിച്ചണിൽ കയറത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് കിച്ചണിൽ കയറിയേക്കുന്നത്, ഇവിടെ ബാക്കിയുള്ളവരുണ്ട് ചെയ്യാൻ, ഇവിടെ വന്ന് കണക്കൊന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന് എന്തുമല്ല. അന്നേരം അനുമോൾ പറയാണ് അതുകൊണ്ടാണ് എല്ലാം ബാക്കി കിടക്കുന്നത്. ഭിന്നിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്കും കാര്യങ്ങളും അറിയാം. ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന കണക്ക് വെക്കാനുള്ള കാര്യമൊന്നുമില്ല, എല്ലാവർക്കും കൂടിയുള്ള കാര്യമാണ്. അപ്പോൾ അത് മര്യാദയ്ക്ക് ചെയ്യണം. ചോറൊന്നും അധികം വരുന്നില്ല, എല്ലാം കണക്കിന് തീരുന്നുണ്ടെന്ന് ലക്ഷ്മി പറയുന്നു. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് ഫ്രിഡ്ജിനകത്ത് പിന്നെ ഇരിക്കുന്നത് എന്തുവാ, അതെന്തിനു വേണ്ടിയുള്ള ചോറാണെന്ന് അനുമോൾക്കറിയാവോ? ഇല്ലല്ലോ, ആവശ്യമുള്ള കാര്യത്തിനകത്ത് മാത്രം കയറി തലയിട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാ? എന്നാൽ പിന്നെ ആ ചോറെടുത്ത് ഉപയോഗിച്ചുകൂടെ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് ഞാൻ മരിച്ചു പോയിട്ടില്ല, ഞാനതെടുത്ത് ഉപയോഗിക്കുമെന്ന്. മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. ഫ്രിഡ്ജ് വെക്കുന്നത് എന്തിനാ, കേടായി പോകാതിരിക്കാൻ, അത് എപ്പോൾ എടുക്കണമെന്ന് എനിക്കറിയാമെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. 2-3 ദിവസമായിട്ട് അതവിടെ ഇരിക്കുന്നു, ഇതുവരെ എടുത്തിട്ടില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അത് എനിക്ക് വേണ്ടിയുള്ളതാ, ഞാൻ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അനുമോൾ പറയുന്നത് ചുമ്മാതെ കിട്ടുന്നതല്ല, ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് എന്തിനാ തലയിടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി. അപ്പോൾ അനുമോൾ പറയാ റേഷനാ, ചോറിടുന്നത്, അരി ഇടുന്നത്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ എന്തിനാ അടുക്കള കയറത്തില്ലെന്ന് പറഞ്ഞല്ലായിരുന്നോ ലക്ഷ്മി ചോദിക്കുന്ന അനുമോളോട്. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ വന്ന് നോക്കുമെന്ന് അനുമോൾ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ നോക്കിയിട്ടായിരിക്കും കുക്കീസ് ഉണ്ടാക്കി എല്ലാം കരിച്ചു പറിച്ച് കളഞ്ഞ് എന്ന് ലക്ഷ്മി പറയുന്നത്. നെവിൻ ആണ് കുക്കീസ് ഉണ്ടാക്കുന്നതെന്ന് അനുമോൾ പറയുന്നത്. നെവിൻ കുക്ക് ചെയ്യുന്ന കാര്യത്തിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് ലക്ഷ്മി വീണ്ടും പറയുന്നു. അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടുന്ന സാധനങ്ങളല്ല ഇതൊന്നും അനുമോൾ പറയുന്നുണ്ട്. ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നിട്ട് കിടന്ന് സംസാരിക്കുകയും ചെയ്യുന്ന അനുമോൾ പറയുന്നുണ്ട്. ലക്ഷ്മി പറയാം അടുക്കള ഭൂതം നിർത്തിയെങ്കിൽ അങ്ങ് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, തോന്നിയതുപോലെ അരിയൊന്നും എടുത്തിടാനൊക്കത്തില്ല, അതിനൊക്കെ ഒരു കണക്കുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട്. ഒരു കണക്കുമില്ല, ഒന്നുമില്ല. ഒരു ദിവസം എല്ലാവർക്കും കഴിച്ചധികം വരും, ചില ദിവസം എല്ലാവർക്കും കിട്ടത്തില്ല, ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാം എന്നാൽ പോയി കേസ് കൊടുന്ന് ലക്ഷ്മി. കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് അനുമോൾ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അടുത്ത ആഴ്ചയും കൂടെ ജയിലിൽ പറഞ്ഞു വിടുന്നു ലക്ഷ്മി. തെറ്റ് കാണിച്ച ജയിലിൽ പറഞ്ഞു വിടുമെന്ന് അനുമോൾ. അനീഷിൻ്റെ ഇതിൻ്റെ ഒന്നും തലയ്ക്കകത്ത് ബോധം എനിക്ക് സ്വയം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ലക്ഷ്മി അരിയാണെങ്കിൽ ആ പൈപ്പിൻ്റെ കീഴിലോട്ട് പിടിച്ചിട്ട് വെള്ളം നിറച്ചിട്ട് ആ വെള്ളം ചെരിച്ച് കളഞ്ഞിട്ട് കൊണ്ടുവന്ന് അടുപ്പയിലിടുന്നു. ഒരു പ്രാവശ്യം കൈ കൊണ്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഞെരടി ആ അരി കഴുകുവാണെങ്കിൽ അതിൻ്റെ പുറത്തിരിക്കുന്ന അഴുക്കുകളും കാര്യങ്ങളും മൊത്തം, ഒന്നാമത് ബ്രൗൺ റൈസാണ്, അതിൻ്റെ പുറത്തൊരു ചുമന്ന കളറിലെ ആ ഒരു ഇത് വരും. മിനിമം 3 പ്രാവശ്യമെങ്കിലും ഈ അരി നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം മാത്രമാണ് അരി അടുപ്പത്തിടുന്നത്. അതുപോലും അറിയാതാണ് കിച്ചണിൽ കയറുമെന്ന് ഇത്ര വലിയ വർത്തമാനം പറയുന്ന ലക്ഷ്മി തമ്പുരാട്ടി.